ആദ്യമായിട്ട് എനിക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ധനീഷ് മദൻ സാറാണ്. അദ്ദേഹത്തോടുള്ള ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാന്ന് പറയുന്നത് നമുക്ക് മടിയുള്ള ഒരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ എനിക്കൊക്കെ അറിയാം, എന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മള് നന്ദി പറയുന്നത് കുറവായിരിക്കും. അതൊരു മടി പോലെയാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് അതുപോലും പഠിച്ചത് എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഗൾഫിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. ഫോണിലൂടെയാണ് ഈ ബിസിനസ് എന്നോട് പറയുന്നത്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ഹെർബൽ പേസ്റ്റ് ആണ്. വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, വീട്ടുകാർ ഉപയോഗിച്ചു. നല്ല പേസ്റ്റ് ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. നിങ്ങൾ ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ ആദ്യം ഉപയോഗിക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഉള്ളോട്ട് ഇത്രയും കാലമായിട്ട് പുറമെന്നൊരാള് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർമാർ പറയുന്ന പ്രൊഡക്റ്റുകളല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും പറഞ്ഞതും ഒക്കെ. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് പ്രോഗ്രാം കേട്ട സമയത്ത് എനിക്ക് ഈ ബിസിനസ്സിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ എന്താ പറയാ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം നട്ടലിലും മജ്ജലും ക്യാൻസർ ആയിട്ട് ഈ പ്രൊഡക്റ്റ്, അതായത് 9E5ഉം സ്പിർലിന ഗോൾഡും നോവേദന ക്യാപ്സൂളൊക്കെ ഉപയോഗിച്ച് മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും ഈ പ്രൊഡക്റ്റിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തത് കൊണ്ടാണ് ബിസിനസ് പതിയെ ജോലിയുടെ കൂടെ ചെയ്തത്. വളരെ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് 3 വർഷം ജോലിയുടെ കൂടെ 1-2 മണിക്കൂർ ഉപയോഗിച്ച് ജോലിയുടെ കൂടെ 3 വർഷം ചെയ്തു. അതിനൊരു കാരണമുണ്ട്. കാരണം ഫാമിലി ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയാ, തുടക്കത്തിൽ നമുക്ക് അറിയാം ഇതിലന്ന് ചെറിയ വരുമാനമേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെയാണ് ചെയ്തെടുത്തത്. അതായത് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ ചെയ്യുന്നത് ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി ചെയ്തെടുത്തതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞാൽ അടുത്ത റാങ്കായിട്ടുള്ള NTC റാങ്കിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഈ ബിസിനസ് ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ചെറിയ 1-2 എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്ന ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വേണ്ടത് നമ്മളെ കയ്യിൽ കുറച്ച് ലിസ്റ്റാണ്. ആ ലിസ്റ്റ് നിർബന്ധമായിട്ട് നമുക്ക് വേണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലിസ്റ്റ് ഇല്ലാണ്ട് ഈ ബിസിനസ്സിൽ വിജയിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് നടക്കും ലിസ്റ്റ് ഇല്ലാതെ വിജയിച്ച ഒരാളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം ആ ലിസ്റ്റ് ഇട്ട് നമ്മളൊരു 100 പേരെ ലിസ്റ്റ് ഇട്ട് അതിനകത്ത് നമ്മളൊരു 20 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇത് പല ആൾക്കാരും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ കൂടെ വന്ന ആളുകളും കൂടെ ഇത് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ പറയാം, കാരണം ഈ ബിസിനസ്സിൽ വന്നിട്ട് ധനീസാറ് എന്നെ സ്പോൺസർ ചെയ്ത ധനീസാറാണ്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരികയും ഈ ബിസിനസ്സിൽ ലിസ്റ്റ് ഇടിപ്പിക്കുകയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. കാരണം ഈ ബിസിനസ്സിൽ പ്രോഗ്രാം കേട്ടതിനെ പറ്റിയ തന്നെ അദ്ദേഹം എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടിൽ വന്നിട്ട് ഒരു ഡയറി എടുത്തിട്ട് എന്നെയും വൈഫിനെയും ഒരുമിച്ചിരുത്തിയിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ഒരു 10 സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഞാൻ 10 സ്വപ്നങ്ങൾ എഴുതുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു എന്തായിക്കോട്ടെ, കാരണം ഒരു മൊബൈൽ വാങ്ങിക്കുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു 10 സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ 10 സ്വപ്നങ്ങൾ ഞാൻ ഇന്നും എഴുതി എന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ എന്റെ ടീമിൽ പല ആൾക്കാരോടും ചെയ്യിക്കുന്നുണ്ട്. ചെറിയ സ്വപ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇപ്പം വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, ചില ആൾക്കാർക്ക് കണ്ടാൽ ചിരി വരുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സ്വപ്നങ്ങൾ എഴുതിയത് കൊണ്ട് ആ 10 സ്വപ്നങ്ങൾ ഈ ബിസിനസ്സിലും നേടണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഈ ബിസിനസ് പല സമയങ്ങളിലും നിർത്തിപ്പോവാൻ തോന്നുന്ന സമയത്തും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. കാരണം ഈ 10 സ്വപ്നങ്ങൾ നമ്മളെ മൈൻഡിലുണ്ടല്ലോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ ലിസ്റ്റ് ഇടിക്കുന്നതിന്റെ കൂടെ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആദ്യത്തെ നമ്മളൊരു ഡ്യൂട്ടിയാണ്. അപ്പം ആദ്യം അത് നമ്മൾ ചെയ്യിക്കുക. അപ്പൊ ലിസ്റ്റ് നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അതേപോലെ നമ്മൾ ഈ ലിസ്റ്റിലുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിസിനസ് കേൾപ്പിക്കേണ്ടത്. അത്
നിങ്ങൾക്ക് 3 രീതികളിൽ ഈ ബിസിനസ് കേൾപ്പിക്കാം. രണ്ടാമത്തെ കാര്യമാണ് 3 രീതികളിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് കേൾപ്പിക്കാം. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരു 1000 രൂപയെങ്കിലും വരുമാനം വാങ്ങിച്ചിട്ടുള്ള നിങ്ങളെ ലീഡറെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. കാരണം ഇതൊരു ഒരു 3 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ് സ്വന്തമായിട്ട് പറയാനും ഈ പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് പറയാനും നമ്മൾ പഠിച്ചെടുക്കണം. ഒരു 3 മാസത്തിനുള്ളിൽ. അത്ര സമയം നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമ്മളെ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് പോവുള്ളൂ. ഇപ്പൊ ഒരു 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ബിസിനസ് പറഞ്ഞ് എന്താ പറയാ കൊടുക്കാനായിട്ട് നമ്മളിപ്പോ ഒരു 3 മാസം കൊണ്ട് എന്തായാലും ഇതിലൂടെ വരുമാനമൊക്കെ വാങ്ങിക്കും. അപ്പൊ ആ 3 മാസം കൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ആ 3 മാസത്തിനുള്ളിൽ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 1 to 1 നമുക്ക് ഒരാളെ വീട്ടിൽ പോയിട്ട് നേരിട്ട് ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അവരുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അവർക്ക് പ്രൊഡക്റ്റുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്പീഡിൽ ടീം ഉണ്ടാവുക. എല്ലാം നമ്മൾ ലീഡറെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറയും. അപ്പൊ ലീഡേഴ്സിനെ കഴിയുന്നതും നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞ് ലീഡറായി മാറാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മീറ്റിംഗ് ആണ്. ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളെ വീട്ടിലോട്ട് വിളിച്ച് ഒരു 2, 3, 4, 5 ആളുകളെ കൂട്ടിയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് പറയാനായിട്ട് സാധിക്കണം. അത് നിങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ ലീഡർ പറഞ്ഞാലും മതി. അപ്പൊ നമ്മൾ ഈ 5 പേരെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 4 പേരെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാവെങ്കിൽ നിങ്ങൾ ആ രീതി ചെയ്യുക. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ രീതി ചെയ്യുന്നു മാത്രം. അപ്പൊ നമ്മൾ ഈ 5 പേരെ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം 5 പേരെ നമ്മൾ അടുത്തടുത്ത ആളുകളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ. കാരണം ഏതെങ്കിലും ഒരാള് 5 പേര് ഒരുമിച്ച് വരുന്ന കൂട്ടുകാരാണെങ്കിൽ ആ 5 പേരും ചിലപ്പോ എന്ത് ചെയ്യില്ല, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. ഏതെങ്കിലും ഒരുത്തിന് എന്താ പറയാ താല്പര്യക്കുറവുണ്ടെങ്കിൽ അവൻ പറയും, എടാ ഇതൊക്കെ കുറെ കഴിഞ്ഞ പരിപാടികളാണെന്ന് പറയുമ്പോൾ ബാക്കി 4 പേര് എന്ത് ചെയ്യും, ആ ബിസിനസ് ചെയ്യാണ്ട് പോകും. അപ്പൊ നമ്മൾ അതിന്റെ പകരം നമ്മളെ ലിസ്റ്റില് ഇപ്പൊ നമ്മളെ തൊട്ടടുത്തൊരു 15, 20, 25 കിലോമീറ്ററിനുള്ളിൽ ഒരു 5 പേരും വ്യത്യസ്ത ഏരിയകളിലുള്ള ആൾക്കാരെ വിളിച്ച് നമ്മൾ ഈ പ്രോഗ്രാം കേൾപ്പിക്കുകയാണെങ്കിൽ, അതായത് ഉദാഹരണം പറയാം, ഇപ്പൊ ഞാൻ എന്റെ വീട് പൂവാട്ടൂറുമാണ്. ഇപ്പൊ എനിക്ക് പെരുമണ്ണ എന്നൊരു സുഹൃത്തുനുണ്ട്, മാവൂർ ഒരു സുഹൃത്തുനുണ്ട്, കൊടുവള്ളി ഒരു സുഹൃത്തുണ്ട്, കുന്നമംഗലം ഒരാളുണ്ട്, അങ്ങനെ ഒരു കോഴിക്കോട് ഒരാളുണ്ട്. ഇങ്ങനെ 5 ഏരിയകളിലുള്ള ആളുകളെ നമ്മൾ ഈ ബിസിനസ് കേൾപ്പിക്കാനായിട്ട് വിളിക്കുകയാണെങ്കിൽ ആ 5 പേരും വന്ന് ബിസിനസ് കേൾക്കും. ചിലപ്പോ നമ്മൾ വിളിച്ച എല്ലാരും വരണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു 4 പേരെങ്കിലും വരികയാണെങ്കിൽ 4 പേരും പരസ്പരം അറിയാത്ത വ്യത്യസ്ത തലത്തിലുള്ള സൈഡിലുള്ള ആൾക്കാരായിരിക്കാം. ഈ 4 പേരിൽ എന്തായാലും ഒരു 2 പേരെങ്കിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. കാരണം വ്യത്യസ്ത ഏരിയകളിലുള്ള ആളാകുമ്പോൾ പരസ്പരം അഭിപ്രായങ്ങൾ അവർക്ക് പറയാനായിട്ട് സാധിക്കില്ല ഹോം മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം വ്യത്യസ്ത ഏരിയകളിൽ ഉള്ള ആൾക്കാരെ ഈ ബിസിനസ് കേൾപ്പിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്ത ഏരിയകളിൽ ടീം ഉണ്ടാക്കാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഹോം മീറ്റിംഗിൽ നിങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ നോക്കാം. അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് നമ്മുടെ GTS. ഇപ്പൊ നമുക്ക് നിങ്ങളെ നാട്ടിൽ തന്നെ താമരശ്ശേരി GTS ഉണ്ടാവും, മലപ്പുറം GTS ഉണ്ട്, കോഴിക്കോട് GTS ഉണ്ട്, ഇങ്ങനെ പല പല ഏരിയകളിലും GTS ഉണ്ട്. ഇപ്പൊ ഈ GTSകളിലേക്ക് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വന്നു കഴിഞ്ഞാൽ ബിസിനസ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ബിസിനസ് പഠിച്ച ആളുകളും അതിലൂടെ വിജയിച്ച ആളുകളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോ ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെ നമുക്ക് ആ ബിസിനസ്സിലോട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എത്തിക്കാൻ സാധിക്കോ എന്ന് നമുക്ക് അറിയില്ല. കാരണം വിളിച്ചിട്ട് ചില ആൾക്കാര് വന്നോളണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകിൽ അവരെ പോയിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങള്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ നമ്മൾ ക്ഷണിച്ചു. അപ്പൊ പലപ്പോഴും ഇപ്പൊ എനിക്കൊക്കെ എന്റെ ഇതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിളിക്കും, അവൻ വരാന്ന് പറയും, പക്ഷെ അന്ന് വരില്ല. പിറ്റേതാഴ്ച വിളിക്കും, വരാന്ന് പറയും, വരൂല. പിറ്റേതാഴ്ച വിളിക്കും, വരാന്ന് പറയും, വരൂല. പക്ഷെ ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങളാണ്, അവരെ വിളിച്ച സമയത്ത് അവര് എന്തോ പരിപാടി ഒന്നും ഇല്ലാന്ന് പറഞ്ഞ സമയത്ത് രാവിലെ തന്നെ ആ GTS സെന്ററിലോട്ട് രാവിലെ തന്നെ അവരെ എന്ത് ചെയ്യും, നമ്മൾ അവരെ കൂടെ അങ്ങ് പോകും. അവരെ ചിലപ്പോ എന്നാ വില്ലേജ് ഓഫീസിൽ പോകണം, ചിലപ്പോ മരുന്ന് വാങ്ങിച്ചോൻ പോകണം. അപ്പൊ അവന്റെ ബൈക്കിന്റെ മുകളിൽ പിറകെ വീട്ടിൽ പോയിട്ട് എടാ ഇന്നിപ്പോ എന്തായാലും പോണം എന്ന് പറഞ്ഞ്, ലീവ് അല്ലേ എന്ന് പറഞ്ഞ് പോയിട്ട് അവരെ കൂടെ നിന്നുകൊണ്ട് അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, GTS സെന്ററിൽ വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ചരിത്രമുണ്ട്.
കാരണം എന്താ, നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഇവര് നാളെ വരാം, ഇന്ന് വരാം, മറ്റന്നാള് വരാം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പൊ ഈ വ്യക്തിയെ എന്ത് ചെയ്യും, ഇയാളെ മാത്രം അന്ന് മതി, ഇയാളെ മാത്രം മതി എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട്, നമ്മൾ സെയിൽസ് എടുക്കുന്ന പോലെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഈ ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സിൽ അവിടെ കൊണ്ടുവന്ന് കേൾപ്പിക്കും. ഈ നിങ്ങൾ ഈ ബിസിനസ് മീറ്റിംഗിൽ ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും മുന്നിലായിട്ട് നിങ്ങൾ ആളുകളെ കൊണ്ടിരുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും ഫ്രണ്ട് റോല്, നിങ്ങൾ ബാക്കിലൊന്നും ഇരുത്തിയിട്ട് കാര്യമില്ല. ഏറ്റവും ഫ്രണ്ട് റോല് ഇരുത്തി നിങ്ങൾ അവരുടെ കൂടെ മുന്നിലിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു കാര്യത്തെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പിന്നിലുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുക. അതായത് നമ്മളൊരു മീറ്റിംഗ് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കണം. കാരണം ഏറ്റവും പിറകിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഞാൻ ഒരു ബുക്കിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം പിറകിലിരിക്കുന്ന ആളുകൾക്ക് പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. മുന്നിലിരിക്കുന്ന ആളുകൾക്കാണ് എല്ലാ കാര്യങ്ങളും. അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ലീഡേഴ്സിനല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ആർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എന്ത് ചെയ്യും, നമുക്കൊരു ഓറ കിട്ടും. ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ എനർജി ഇല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ ലീഡേഴ്സിനൊക്കെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ ചിന്തകളാണോ, എന്റെ ചിന്ത ആയിരിക്കോ ബെൽനി സാറിന് ഉണ്ടാവുക, ധനി സാറിന് ഉണ്ടാവുക, സുബി സാറിന് ഉണ്ടാവുക. ലീഡേഴ്സിന്റെ ചിന്തകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവരെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലോട്ടും നമ്മളെ ബോഡിയിലോട്ടും വരും. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലോട്ട് ആളുകളെ ഇരുത്താനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. മാക്സിമം ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, മാക്സിമം മുന്നിലിരുത്തി കഴിഞ്ഞാൽ, ആദ്യമായിട്ട് GTS കേൾക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇരിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ GTS കേൾക്കുന്ന പോലെ എന്ന് അവരെ കൂടെ തന്നെ ഇരിക്കണം. അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ ഇരുത്തിയിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകരുത്. അപ്പൊ അവിടെ തന്നെ ഇരുന്നുകൊണ്ട്, അവരെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് അവരെ പ്രോഗ്രാം കേൾപ്പിച്ച് അവർ സീരിയസ് ആയിട്ട് ശ്രദ്ധയോടെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡേഴ്സിനെ പരിചയപ്പെടുത്തുക. പറ്റുമെങ്കിൽ അതാത് മേഖല, പുരുഷന്മാരാണെങ്കിൽ അതാത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയോ അവരെ പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്താ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നുള്ള ചിന്ത പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെ മനസ്സിലുണ്ടോ. പ്രോഗ്രാം കേട്ട സമയത്തും എനിക്ക് ഉണ്ടായിരുന്നു ആ സംശയങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ അതാത് മേഖലയിലുള്ള ആൾക്കാരെ പോയിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവര് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവര് കുറെ കാര്യങ്ങൾ ഈ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ തോന്നുമ്പോൾ സമയത്ത് ഇയാൾക്ക് മനസ്സിലാവും എന്ത്, ഞാനും അതേ കാറ്റഗറിയിലുള്ള ആളാണല്ലോ, ഞാൻ അതേ മേഖലയിലുള്ള ആളാണോ, ഇയാള് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി അങ്ങനെ പല ചിന്തകളും വരും പല ആളുകൾക്ക്. അപ്പം നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലോട്ട് ആളുകളെ ഇരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും ഫ്രണ്ടിലോട്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഒരാളെ പ്രോഗ്രാം കേൾപ്പിച്ചു, കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ അന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അന്ന് തന്നെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ അദ്ദേഹം ചിലപ്പോ പ്രോഗ്രാം കഴിഞ്ഞു, ഇപ്പൊ താമരശ്ശേരിയാണ് താമരശ്ശേരി GTS കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഇരുത്തി വട്ടം കൂട്ടി ഇരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അദ്ദേഹത്തിനെ വിട്ട സമയത്ത് അദ്ദേഹം വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കാണും. കാണുന്ന സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് വളരെ ആകാംക്ഷയോട് പറയും. പറയുന്ന സമയത്ത് ചിലപ്പോൾ നെഗറ്റീവുകൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ അദ്ദേഹം വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളെ വീട്ടിലെത്തുക. കാരണം ആ സമയം തന്നെ നിങ്ങൾ പോയിട്ട് അവിടെ വീട്ടിലിരുത്തി കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി ഇരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങളെ മുന്നിലിരിക്കുന്ന ആൾക്കുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്, കാര്യങ്ങൾ പറയുക എന്നല്ല, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ പ്രോഗ്രാം കേൾപ്പിച്ചു, അദ്ദേഹം വീട്ടിലെത്തി, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ, പരിചയപ്പെട്ടല്ലോ. ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ, ഒരിക്കൽ പോലും എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ്, അപ്പൊ അദ്ദേഹം പറയും കുഴപ്പമില്ല, നല്ലതാണെന്ന് തോന്നുന്നു പറയും. അപ്പൊ അടുത്ത ചോദ്യം,
രണ്ടാമത് ചോദ്യം ചോദിക്കേണ്ടത് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് സംശയം, ആ പ്രൊഡക്റ്റിൽ എടുക്കണമല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എല്ലായിടത്തും പ്രാവർത്തികമായിക്കൊള്ളുന്നില്ല, പക്ഷെ ഭൂരിഭാഗവും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ കൂടുതലായിട്ട് ട്രൈ ചെയ്യാറ് അങ്ങനെയാണ്. കാരണം ഏതൊക്കെ പ്രൊഡക്റ്റിലാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇയാളെ മൈൻഡിലോട്ട് ഞാൻ പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ള ചിന്ത വരും. അപ്പൊ ഇയാൾ കുറച്ച് സംശയങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും, ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ. കാരണം ചോദിച്ച പോലെ തന്നെ ചോദിക്കുക, അത് ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ വേണം ചോദിക്കാനായിട്ട്. നിങ്ങൾ എന്താ പറയാ, നമ്മളൊരു എന്താ പറയാ മാർക്കറ്റിംഗ് രീതിയിൽ തന്നെ ചോദിക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ സെയിൽസ് മിക്കവാറും അയാൾ അന്ന് തന്നെ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചോദ്യം, ക്യാഷ് ആണോ ട്രാൻസാക്ഷൻ ആണോ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണോ, ഇത് മൂന്നും നിങ്ങൾ ചോദിക്കാണ്ട് നമുക്ക് ഒരു സാധനം ആളുകൾ തരില്ല. അപ്പൊ നിർബന്ധമായിട്ടും ചോദിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ചെന്നത് എന്നുള്ളത്. പൈസ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളത് നിർബന്ധമായിട്ടും ഇതിലേക്ക് എത്തിക്കണം. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിൽ നിങ്ങൾ അദ്ദേഹം ബിസിനസ് വന്നു കഴിഞ്ഞാൽ, പിന്നെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെ, പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് 1, 2, 3, 4 കണക്ഷൻ കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ. പിറ്റേന്ന് അന്ന് അദ്ദേഹം പ്രൊഡക്റ്റ് എടുത്തു, പറ്റുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് വെക്കുക, വീട്ടുകാരെ വിളിച്ചിരുത്തി ഹോം മീറ്റിംഗ് വെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെയിൽസ് എടുക്കാനോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ചെയ്യുക. വേറൊരു കാര്യം കൂടെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി, കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ പറയുന്നുണ്ട് അല്ലെ, നമുക്കൊരു 1, 2 വ്യക്തികൾ മതി എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയുടെ കൂടെ അന്ന് അവിടെ ഇരുന്നുകൊണ്ട്, കാരണം അന്ന് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റെങ്കിൽ അന്ന് ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിനും ഇതേപോലെ ഒരു ബുക്കോ ഡയറിയോ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു 10 സ്വപ്നങ്ങളോ 20 സ്വപ്നങ്ങളോ 30 സ്വപ്നങ്ങളോ, അദ്ദേഹത്തിന് എത്രയാണോ സ്വപ്നങ്ങൾ ഉള്ളത്, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ എഴുതിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ആ ബുക്കിൽ എഴുതിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലിസ്റ്റ് ഇടിപ്പിക്കുക, എത്ര ആളുകൾക്ക് ഈ ബിസിനസ് എന്താ പറയാ പരിചയപ്പെടുത്തണം, എത്ര ആളുകളെ നമുക്ക് ഈ ബിസിനസ് പറയണം എന്നുള്ള രീതി. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, രണ്ടാമത്തത് എത്ര ആളുകൾ ഈ ബിസിനസ് ലിസ്റ്റ് ഇടിപ്പിക്കുക, എന്നിട്ട് 10 സ്വപ്നങ്ങൾ എഴുതുക. അത് ഫാമിലി ആയിട്ട് ഇരുത്തിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഒരുപാട് സെയിൽസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലൊരു ടീം ഉണ്ടാക്കാനായിട്ട്, സ്പീഡിൽ ടീം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് പല ആൾക്കാരും ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ലീഡർ ചെയ്യട്ടെ, മറ്റേയാൾ ചെയ്യട്ടെ, ഇയാൾ ചെയ്യട്ടെ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ വരിക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ എത്രയും പെട്ടെന്ന് നമ്മളെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും ബിസിനസ് ട്രെയിനിങ്ങിലും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം FSS എത്തിക്കുക, അതേപോലെ 1 ഡേ ട്രെയിനിങ്ങിൽ എത്തിക്കുക, 2 ഡേ ട്രെയിനിങ്ങിൽ എത്തിക്കുക. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു പൈപ്പിനുള്ളിലൂടെ ഒരു സാധനം കയറി ഇറങ്ങി അപ്പുറത്ത് എത്തുന്ന പോലെ ഒരു 1-2 വർഷം കൊണ്ട് ഈ ആളുകളെ നമ്മൾ പുഷ് ചെയ്ത് ഈ പ്രോഗ്രാമിലൊക്കെ എത്തിക്കുകയാണെങ്കിൽ പതിയെ അവരെ മൈൻഡിലോട്ടും ഈ ബിസിനസ് വരികയും ഈ ബിസിനസ് പതുക്കെ അവർ നമ്മളെ കൂടെ ചെയ്തെടുക്കുകയും ചെയ്യണം. ഇപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ കൂടെ ഇയാൾ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ ചെയ്തോളും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇരിക്കില്ല. അടുത്തതായിട്ട് നമുക്ക് സെയിൽസ് കണ്ടെത്താനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായിരിക്കണം. നമുക്ക് അറിയാവുന്ന ഈ ലിസ്റ്റിലുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 20 ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യണം, 100 പേരെ ലിസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ആ 100 പേരെയും നമ്മൾ ബിസിനസ് കേൾപ്പിക്കണം. അതെങ്ങനെയാ, അത് നമ്മളിങ്ങനെ എന്താ പറയാ, നിങ്ങളിപ്പോ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഷവർമ നമ്മൾ കഴിക്കുന്ന പോലെ മോളിൽ നിങ്ങൾ താഴോട്ട് അരിഞ്ഞത് ലാസ്റ്റ് ഭയങ്കര കട്ടിയിലായിരിക്കും അത് തുടക്കത്തിൽ ഉണ്ടാവുക. ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ അത് ചെറിയ പീസായിട്ട് മാറും. അതേപോലെ ഈ 100 എണ്ണത്തിനെയും നമ്മളിങ്ങനെ അരിഞ്ഞ് എല്ലാത്തിനെയും നമ്മൾ പതിയെ ബിസിനസ് കേൾപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ആ 20 പേരെ ആൾക്കാരെങ്കിലും നമ്മൾ കേൾപ്പിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു 10 എണ്ണയൊക്കെ ഒരു 5 എണ്ണയൊക്കെ വരുള്ളൂ. പക്ഷെ ആ 20 പേരെയും നിങ്ങൾ കേൾപ്പിക്കണം. കാരണം എന്തിനാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ബിസിനസ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ
നാളെ അയാൾ ചോദിക്കും, നിങ്ങളൊരു കാറ് വാങ്ങിച്ചു, നിങ്ങളൊരു നല്ല ബൈക്ക് വാങ്ങിച്ചു, ഒരു വീട് വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കും, എടാ നീ രക്ഷപ്പെടും എന്ന് നിനക്ക് ഉറപ്പുണ്ടായിട്ടും നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് സംസാരിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരെ കേൾപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ സെയിൽസ് കണ്ടെത്താനുള്ള ഒരു ആഗ്രഹം തീവ്രമായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എത്ര ആളുകള് നമ്മളിലൂടെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആണ് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഒരാൾക്ക് ബിസിനസ് കൊടുക്കും. പല ആൾക്കാർക്കും ഈ ബിസിനസ് പല ആൾക്കാരും പറയുന്ന സമയത്ത് അയ്യോ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും എന്താക്കാറ്, ചിന്തിക്കാറ് അല്ലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ബിസിനസ് അവസരം കൊടുക്കാൻ പോകുന്ന വ്യക്തികളാണ്, അല്ലാതെ നമ്മൾ ബിസിനസ് എടുക്കാൻ പോകുന്ന വ്യക്തികളാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, എനിക്ക് ഈ ബിസിനസ് അവസരം ധനീഷ് സാർ തരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും ഒരാളോട് സംസാരിക്കുന്ന വ്യക്തിയല്ല, ഞാൻ കാർ ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. എന്റെ 10 സ്വപ്നങ്ങളിൽ ആദ്യത്തെ സ്വപ്നം ഞാൻ എഴുതിയത് 4 വീലർ ആണ്. കാരണം ജോലി ചെയ്യുന്നുണ്ട്, സംഗതി ശരിയാണ്, ഗൾഫിലാണോ ഒക്കെ ശരിയാണ്, പക്ഷെ ഒരു പഴയ കാറിനെ കുറിച്ചുള്ള ചിന്തയായിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു പഴയ കാർ, അതായത് ഒരു 4 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്ന ഒരു കാറിൽ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പഴയത് എങ്ങനെ എടുക്കണം, ഒരു 2 ലക്ഷത്തിന്റെ കാർ എങ്ങനെ എടുക്കണം, ഒരു പഴയ വണ്ടി, ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടി എങ്ങനെ എടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആള് ഈ അദ്ദേഹത്തിന്റെ കൂടെ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എല്ലാ ചിന്താരീതികൾ മാറി. ഈ ബിസിനസ്സിലൂടെ പുതിയ കാർ എടുക്കാൻ പറ്റും എന്ന്, ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത എനിക്ക് വന്നു. അപ്പൊ ആദ്യത്തെ സ്വപ്നം, കാരണം ഈ സ്വപ്നം എന്ന് പറയുന്നത് ചെറുതല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെറുതല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ആ സ്വപ്നങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിക്കുക. ഇപ്പൊ എന്റെ സ്വപ്നങ്ങളില് 10 സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി 9 സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ബിസിനസ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ സ്വപ്നം എന്ന് പറയുന്ന കാര്യം ഇത് പറയുന്ന സമയത്ത് ഇത് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, നമ്മൾ പറയാറില്ലേ, പല ആൾക്കാരും പറയാറുണ്ട്, മികവ് ഒരു പ്രവൃത്തിയല്ല, അതൊരു ശീലമാണ് അല്ലെ. മികവ് ഒരു പ്രവൃത്തിയല്ല, അതൊരു ശീലമാണ്. മികച്ചതായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയല്ല, അതൊരു ശീലമായി മാറും. നാളെ മികച്ചത് ചെയ്ത് ചെയ്ത് നമ്മൾ ശീലമായിട്ട് മാറും. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെയും ഈ ബിസിനസ്സിൽ കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളാണ് ആളുകൾ ചെയ്യുക. എന്നാൽ വിജയിച്ച ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. വിജയിച്ച ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഒരു കാര്യം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് വിജയിച്ച ആൾക്കാരുടെ പ്രത്യേകതയാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ നോക്കി, അതിൽ ആ സമയത്ത് തന്നെ വേറെ കാര്യം ചെയ്തു, ആ സമയത്ത് തന്നെ വേറെ കാര്യം ചെയ്തു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മികച്ചതായിട്ട്, ഏറ്റവും മികച്ചതായിട്ട്, അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷെ എന്നാലും നമ്മളൊരു 100% അല്ല, ഒരു 95% മികച്ചതായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് അറിയാം, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമയമാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ബിസിനസ്സിൽ. കാരണം നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓരോ വ്യക്തികൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളിവിടെ ഇതിലിരിക്കുന്ന ഓരോ ആൾക്കാരുടെ പ്രായത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും കാലം നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി അല്ലെ. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വാങ്ങാനായിട്ട് സാധിക്കില്ല, തിരിച്ചു പോക്ക് സാധിക്കില്ല. അപ്പൊ നമുക്കൊരു 40-45 വയസ്സായി എന്ന് വിചാരിക്കുക, 20 വയസ്സിലോട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ അല്ലെ? ഇത്രയും കാലം നമ്മൾ ജീവിച്ച ആ കാലഘട്ടം ഒരിക്കലും മോശമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രായം ഇത്ര കഴിഞ്ഞു, ഇനി ഇത്ര കാലം നമ്മളെ മുന്നിലുണ്ട് നമുക്ക് ഒരിക്കൽ പോലും ഉറപ്പില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബിസിനസിന് വേണ്ടി നമ്മൾ
കുറച്ച് സമയം നിർബന്ധമായിട്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് പരിപാടികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ തുടക്ക സമയങ്ങളിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് പതുക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസിന് വേണ്ടി കുറച്ച് കൂടുതൽ സമയമാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, സമയം വാങ്ങി എടുക്കാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞു പോയ സമയത്തെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. സമയം എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഒരിക്കൽ പോലും സമയം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല. കഴിഞ്ഞു പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനും സാധിക്കില്ല. ശേഖരിച്ചു, അതായത് നമുക്ക് എന്ത് ചെയ്യാം, എത്ര സമയം മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ടിവിയിലൊക്കെ ചില ഗെയിമുകളൊക്കെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അതേപോലെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കാത്ത ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. അപ്പൊ സമയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, സമയത്തിന് പോവുക, സമയത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. സമയത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല, പക്ഷെ എല്ലാം സമയത്തിന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഈ സമയം ഭയങ്കര പ്രധാനമാണ്, ഈ സമയം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയത്തിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. സമയത്തിന് പല ആൾക്കാർക്കും ഈ ബിസിനസ്സിന് ചെയ്യാനായിട്ട് ഒരു പ്ലാനിങ് ഇല്ല. സമയം ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ, ആ സമയത്ത് ഇപ്പൊ നമുക്കൊരു ഒരു എന്താ പറയാ, നമുക്ക് ഒരാളെ കാണാൻ പോവാം, അത് മാറ്റി വെക്കും. ആ സമയത്തിന് ചിലപ്പം പോവാറുണ്ടാവില്ല. അപ്പൊ നമുക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളതിനകത്തിട്ട് സമയം നമ്മൾ ചെലവഴിച്ചേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ മുന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിലൂടെ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനകത്ത് വിജയിച്ച ഒരുപാട് ആൾക്കാരെ. ഇപ്പൊ നമുക്കറിയാം, നിങ്ങളെ ബിജു സാർ ആണെങ്കിലും, ഉമർ സാർ ആണെങ്കിലും, ഷാഹിർ സാർ ആണെങ്കിലും, റമീസ് സാർ ആണെങ്കിലും, അങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ മുന്നിൽ തന്നെ വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ചെറിയ എന്താ പറയാ, ചെറിയ എഫേർട്ട് അല്ല ഈ ബിസിനസിന് വേണ്ടി ഇട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അവരുടെയൊക്കെ ശരിക്കും നമ്മളെല്ലാവരും ചിന്തിച്ചു നോക്കുക. നമ്മളെ ഓരോ വ്യക്തികളുടെയും, നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും, സക്സസ് ആയ എല്ലാ വ്യക്തികളുടെയും ലൈഫ് തന്നെയാണ്, ജീവിതം തന്നെയാണ് ഈ ബിസിനസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു മേഖലയിലോട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് ഇല്ല, ഈ ബിസിനസ്സിലൂടെ വിജയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, കാരണം ഞാൻ ഗൾഫിലായത് എന്തുകൊണ്ട് തിരിച്ചു വന്ന സമയത്ത്, ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് കുറെ സംശയങ്ങളും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ ഇത് ചെയ്താൽ വിജയിക്കും? കാരണം ഈ മേഖലയിൽ വിജയിച്ച ആളുകളൊക്കെ ഇപ്പൊ ധനീഷ് സാറെ അറിയാം, അതേപോലെ ബെല്ലി സാറെ അറിയാം, ഇവരൊക്കെ അറിയാം. പക്ഷെ ഇവിടെ തിരിച്ചു പോകണോ? കാരണം അവിടെ ഒരു സാലറി കിട്ടിയിട്ടുള്ള സമയം, ഒരു 10-40 രൂപ സാലറി വാങ്ങിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അപ്പൊ വന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ, ഇതെങ്ങനെ സക്സസ് ആവും, കുറെ ആളുകൾ കൂടെ വരുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇതേ ചിന്തകൾ നിങ്ങൾക്കും നിങ്ങളെ കൂടെ വരുന്ന ആളുകൾക്കും ഉണ്ടാവും. എല്ലാവർക്കും എന്തായാലും ഉണ്ടാവും, എല്ലാവരും ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ, ഈ കമ്പനിയുടെ കൂടെ വേറെ ഒരു മേഖലയിലേക്കും ഫോക്കസ് ചെയ്യാതെ, എന്റെ ജോലി അല്ലാണ്ട് വേറെ ഒരുപാട്, ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ തുടക്കത്തില് നിങ്ങളെ രാജാവാക്കി തരാം, നിങ്ങളെ അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്ന പോലെ എന്റെ അടുത്തും നിങ്ങളുടെ ലീഡേഴ്സിന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികൾ, ഞങ്ങൾ നാളെ എന്താ പറയാ ബെൻസ് വാങ്ങിക്കാൻ പോവാണ്, നാളെ അത് വാങ്ങിക്കാൻ പോവാണ്, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നിൽ, ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, 2 തോണി കാലിട്ടവൻ ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത്. 2 തോണി കാലിട്ട് കഴിഞ്ഞാൽ നടു കീറിപ്പോകുന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പൊ ഒരു തോണിയിൽ തന്നെ നിന്നുകൊണ്ട് ആ തോണിയിൽ നിന്ന് തുഴഞ്ഞ്, അത് ഇനി വെള്ളത്തിൽ വീണാലും തട്ടിപ്പടിച്ച് ഈ ബിസിനസ്സിലൂടെ എങ്ങനെയെങ്കിലും കമ്പനിയുടെ ITC റാങ്കിൽ എത്തുക എന്നുള്ളത് ഒരേ ഒരു ലക്ഷ്യമേ
ഈ ബിസിനസ്സിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോണ്ടായിരുന്നുള്ളൂ. വേറെ അങ്ങോട്ടോ കുതിരക്ക് കുളമ്പ് വെച്ച പോലെ, അതായത് എന്താ പറയാ, ഇത് വെച്ച പോലെ ഒരു ലക്ഷ്യം, ഈ ബിസിനസ്സിലൂടെ മാത്രമുള്ള, ഈ ബിസിനസിനെ കുറിച്ച് മാത്രം പഠിക്കുകയും ഈ ബിസിനസിനെ കുറിച്ച് മാത്രം കേൾക്കുകയും ഈ ബിസിനസ്സിലെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിൽക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് എന്താ പറയാ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയത്. വേറൊരു മേഖലയെ കുറിച്ചും വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ചും പ്ലാൻ കേൾക്കാൻ വരെ പോയിട്ടില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. കാരണം എന്താ, ഈ കമ്പനി മാത്രം മതി എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയല്ല, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നമ്മുടെ മുന്നിലുണ്ടായിട്ട്, കോവിഡ് പോലത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ ബിസിനസ് നിർത്തി പോകേണ്ട. അപ്പം എനിക്കുണ്ടായിരുന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഈ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രോഗ്രാമുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം GTS ആണെങ്കിലും FSS ആണെങ്കിലും പ്രൊഡക്ട് ട്രെയിനിങ് ആണെങ്കിലും ഇങ്ങനെ മാക്സിമം എന്റെ ടീമിലുള്ള മാക്സിമം ഒരു സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകളായതുകൊണ്ട് ഞാൻ എന്റെ ബിസിനസ് അങ്ങനെയായിരുന്നു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറിയ സമയത്ത് എന്റെ ടീമിലുള്ള ആളുകൾക്കൊന്നും സൂം ഉപയോഗിക്കാൻ അറിയില്ല, അവരതിൽ കയറാൻ മടിക്കുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്, കുറെ പ്രതിസന്ധികൾ. കാരണം ഈ ബിസിനസ് നിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന പല, ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന സമയത്ത് മൊത്തം തകർന്ന് താഴെ പോയിട്ടുള്ള ഒരു 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 എന്താ പറയാ ബിസിനസിന്റെ ഏറ്റവും താഴെയുള്ള ലെവലിലോട്ട് വരെ ഈ ബിസിനസ് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ പിടിച്ചു നിന്ന് നാളെ രക്ഷപ്പെടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് കാരണം ഈ ബിസിനസ്സിൽ ഇനി താഴോട്ടില്ല, അതായത് ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും തിരിച്ച് വീണ്ടും പ്രോഗ്രാമുകളൊക്കെ തുടങ്ങി വളരെ പതിയാണ് ഈ ടീം കയറി വന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാ വ്യക്തികളോടും പറയാനുള്ള കാര്യം അത് തന്നെയാണ് സുഹൃത്തുക്കളെ. എത്ര താഴെ പോയാലും അത് കയറി വരാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും. ആ കപ്പാസിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കുക. ഒരിക്കൽ പോലും പിന്നോട്ട് നടക്കരുത്. രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കരുത്. അത് നിങ്ങൾ രക്ഷപ്പെടും എന്നൊരു ചിന്ത നിങ്ങളെ ഉള്ളിൽ, ദൈവം നിങ്ങളെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്ത് ഒരു വിരലെങ്കിലും ചലിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും സാധിക്കണം. ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഉണ്ടാകരുത്. നിങ്ങളെ ടീമില്ലെങ്കിലും എനിക്ക് ആരുമില്ലെങ്കിലും ഞാൻ എന്ന വ്യക്തി ഈ ബിസിനസ്സിൽ മുന്നോട്ട് നയിക്കാനുണ്ടാവും എന്നുള്ള ചിന്ത നിങ്ങളെ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ആവേശത്തോടെ തിളയ്ക്കണം, ആവേശത്തോടെ മുന്നോട്ട് നടക്കണം. നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ആ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ആ സ്വപ്നങ്ങൾ നിങ്ങൾ ഊതി ഇടക്കിടക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ് നിർത്തി പോകാനായിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ നോ പറയുന്ന സമയത്ത്, നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് ആ സ്വപ്നങ്ങളിലോട്ട് നിങ്ങൾ നോക്കണം. അത് പൂർത്തിയാക്കേണ്ടത് ആരാണ് പൂർത്തിയാക്കേണ്ടത് എന്നുള്ള ഒരു ഉള്ളിലുള്ള കത്തുന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാലാണ് ബിസിനസ്സിൽ എന്ത് പ്രതിസന്ധികളിലും അതെല്ലാം നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ആമ എന്താ പറയാ ഓട്ട മത്സരത്തിൽ വിജയിച്ചത് സ്പീഡിൽ പോയത് കൊണ്ടല്ല, അത് ഒരേ രീതിയിൽ മുന്നോട്ട് പോയത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ സ്പീഡിൽ പോകുന്നതല്ല, നിങ്ങൾ ഒരേ രീതിയിൽ ലക്ഷ്യത്തിൽ എത്തുന്നവരെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു ട്രെയിനിൽ കയറുന്ന സമയത്ത് ആ ട്രെയിനിൽ പല ആൾക്കാരും കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ ആ ട്രെയിൻ എത്തുന്നവരെ ആ ട്രെയിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മളെ ജീവിതത്തിൽ ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ നിങ്ങളെ ലീഡേഴ്സിന് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഈ ബിസിനസ്സിൽ കടന്നു പോകും. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടും എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഉള്ളിൽ രക്ഷപ്പെടും, പിന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും. പല മീറ്റിങ്ങിലും പല ലീഡേഴ്സും പറയുന്നതാണ്, ഓരോ വാഹനങ്ങൾക്കും ഓരോ സമയത്തും ഓരോ വേഗതയായിരിക്കും. എല്ലാ വാഹനങ്ങൾക്കും ഒരേ സമയത്ത് ഒരേ വേഗതയായിരിക്കില്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ മുന്നിൽ പോയിട്ടുള്ള വാഹനങ്ങൾ ചിലപ്പോൾ അവിടെ സൈഡാക്കി നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ വാഹനങ്ങളെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചില സമയത്ത് നമ്മൾ പുറത്തിറക്കുന്ന സമയത്ത് നമ്മളെ മുന്നിൽ നല്ല മഴയായിരിക്കും സുഹൃത്തുക്കളെ, നല്ല മഴയായിരിക്കും മുന്നിൽ, ഇടിയായിരിക്കാം, മിന്നലായിരിക്കാം, കാറ്റുണ്ടാവും. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് അവിടെ മഴ
കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം നല്ല വെയിലുണ്ടാവും. പക്ഷെ ആ മഴേനെ മറികടക്കാനായിട്ട് മുന്നോട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ, നമ്മൾ ആ മഴേന്റെ സൈഡാക്കി നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ മഴയത്ത് തന്നെ ആയിരിക്കും നമ്മൾ തുടരുന്നത്. പക്ഷെ നമ്മൾ മഴ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മഴ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പൊ നമ്മുടെ ലൈഫിൽ നല്ല തെളിച്ചമുള്ള സാഹചര്യങ്ങൾ നമ്മളെ മുന്നിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും രമേശ് സാറിന് കൃത്യമായ നന്ദിയും പറഞ്ഞുകൊണ്ട്, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തുള്ള ലീഡേഴ്സിനും എല്ലാവർക്കും കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ കർത്തവ്യത്തിന് വിടുവാങ്ങാണ്. ഓക്കെ.